ഈ യുദ്ധത്തിൽ അമേരിക്ക തോൽക്കും, ഇറാൻ വിജയിക്കും എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ മിസ്കാൽക്കുലേഷനാണ്. അവർ തെറ്റായ അസസ്മെൻ്റാണ് ഇറാനെക്കുറിച്ച് നടത്തിയത്. കഴിഞ്ഞ 40 വർഷമായി ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധമാണ് ഇറാനെതിരെ അമേരിക്ക നടത്തിയത്. എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു രാജ്യം, പാപ്പറായ ഒരു രാജ്യം, ആ രാജ്യത്തെ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴടക്കാം, തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാം, ഇതായിരുന്നു അമേരിക്ക കണക്ക് കൂട്ടിയത്. അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്നും ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമെന്നും ഇറാൻ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇറാൻ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അമേരിക്ക ഒരു ദിവസം തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുമെന്ന് ഇറാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ ഒരു പ്രിപ്പറേഷൻ ഇറാൻ കഴിഞ്ഞ 20 വർഷമായി നടത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു യുദ്ധമല്ല ഇറാനെ സംബന്ധിച്ച്. ഇറാൻ കാൽക്കുലേറ്റഡ് ആയിരുന്നു. 20 വർഷം മുമ്പാണ് ജോർജ് W. ബുഷ് ഈ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിച്ചത്. ഇറാൻ, ഇറാഖ്, ലിബിയ തുടങ്ങിയ മുഴുവൻ രാജ്യങ്ങളുടെയും പട്ടിക നിരത്തി പാർട്ട് ഓഫ് ദ ആക്സിസ് ഓഫ് ഈവിൽ എന്നാണ് ബുഷ് അന്ന് വിശേഷിപ്പിച്ചത്. അന്ന് മുതൽ ഇറാൻ അറിയാം, ഒരു ദിവസം അമേരിക്കയുമായി തങ്ങളുടെ രാജ്യം യുദ്ധത്തിലേർപ്പെടും. അമേരിക്കയുമായുള്ള ഒരു യുദ്ധം ഇന്നെവിറ്റബിളാണ്, ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഉത്തമ ബോധ്യം ഇറാനുണ്ടായിരുന്നു. മതപരമായ ഒരു വിശ്വാസം. അവർ ഈ നിർണായകമായ യുദ്ധത്തെ പ്രതീക്ഷിച്ചിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പിശാചിനോടാണ് തങ്ങൾ പടപൊരുതേണ്ടത് എന്ന ഒരു റിലീജിയസ് കോൺസെപ്റ്റ് ഇറാനുണ്ടായിരുന്നു. ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതാണ് ട്രംപിന് സംഭവിച്ച, അമേരിക്കക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്. ജൂൺ 2024 12 ഡേയ്സ് വാർ, ഒരു യുദ്ധത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പഠിക്കാൻ ഒരു പ്രാക്ടിക്കൽ അനുഭവം ഇറാന് ലഭിച്ചു. എന്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശക്തി, എന്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ദൗർബല്യം, ഇത് മനസ്സിലാക്കാൻ ഇറാന് സാധിച്ചു.